മിവി സ്പീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിർണായക വിധി പുറപ്പെടുപ്പിച്ച് കേരള ഹൈക്കോടതി. ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ രക്ഷിതാക്കൾ എന്ന് രേഖപ്പെടുത്താൻ ഹൈക്കോടതി കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ നിന്ന് അച്ഛനും അമ്മയും എന്നത് ഒഴിവാക്കണമെന്നും ജസ്റ്റിസ് എ സിയാദ് റഹ്മാൻ ഉത്തരവിട്ടു. കോഴിക്കോട് സ്വദേശികളായ ട്രാൻസ്ജെൻഡർ ദമ്പതികൾ സഹദിന്റെ സിയ പവലിന്റെയും ഹർജിയിലാണ് കോടതി നിർദ്ദേശം. 2023 ഫെബ്രുവരിയിലാണ് ഇവർക്ക് കുഞ്ഞ് ജനിക്കുന്നത് എന്നും രാജ്യത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കളായി മാറുന്നതും. ജനന സർട്ടിഫിക്കറ്റിൽ ഇപ്പോഴുള്ള അച്ഛനും അമ്മയും എന്നതിനു പകരം രക്ഷിതാക്കൾ എന്നു മാറ്റി പുതിയ ജനന സർട്ടിഫിക്കറ്റ് നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം. 1999 കേരള രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ഡ്യൂസിലെ 12ാം വകുപ്പ് അനുസരിച്ച് കോഴിക്കോട് കോർപ്പറേഷനിൽ കുഞ്ഞിൻ്റെ മാതാപിതാക്കളായി ഇരുവരുടെയും പേര് നൽകിയത്. പിതാവിൻ്റെ സ്ഥാനത്ത് സിയ പവലിൻ്റെയും മാതാവിൻ്റെ പേരത്ത് സഹദിൻ്റെയും പേരാണ് ജനന സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കുഞ്ഞിൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുരുഷനായും അച്ഛൻ സ്ത്രീയായും മാറുകയും പുതിയ വ്യക്തിത്വത്തിൽ ജീവിക്കുകയും ജനന സർട്ടിഫിക്കറ്റ് ആവട്ടെ ഇതിന് വിരുദ്ധമാവുകയും ഈ സാഹചര്യത്തിൽ ഭാവിയിൽ കുഞ്ഞ് പല ആശയക്കുഴപ്പങ്ങൾക്കും നേരിടേണ്ടി വന്നേക്കാമെന്നും തിരിച്ചറിഞ്ഞതോടെ ഇവർ കോർപ്പറേഷനെ സമീപിച്ച് പേരുകൾ മാറ്റാൻ അപേക്ഷിച്ചു. എന്നാൽ കോർപ്പറേഷൻ ഇത് അനുവദിക്കാതെ ഇരുവരുടെയും മാതാപിതാക്കളായി രേഖപ്പെടുത്തി ജനന സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു. ഇതോടെ ഹർജിയുമായി ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.